+1 ഇക്വിലിബ്രിയം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ ആദ്യം ഞാൻ ഒരു ടോപ്പിക്ക് പറയും, അതിനുശേഷം അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും, അതിനുശേഷം പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് തുടങ്ങും. ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി, ഇവിടെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് ഡെൽറ്റ ജി, ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനേ ഉള്ളൂ. അതിനുശേഷം പി എച്ച്, ഇവിടുന്ന് ഞാൻ 2 പ്രോബ്ലംസ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, നല്ലോണം പഠിച്ചോ, ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ ലാഷാറ്റ്ലെ പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നുണ്ട്. ഈ 4 ടോപ്പിക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടുന്ന് മുതലാണ് കുറച്ചാർക്കെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ലാഷാറ്റ്ലെ പ്രിൻസിപ്പിൾ 6ാമത്തെ ആസിഡ് ആൻഡ് ബേസ്, ആസിഡും ബേസും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം, അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും. അതിനുശേഷം 7ാമത്തെ ടോപ്പിക്കാണ് ഈ കൺസെപ്റ്റ്സ്, അരീനസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. ഇതിൽ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബഫർ സൊല്യൂഷൻ, ഇത് ജസ്റ്റ് ഒരു ടോപ്പിക്കാണ്, ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതിനുശേഷം സോലുബിലിറ്റി പ്രൊഡക്റ്റ്, എങ്ങനെ സോലുബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം ഒരു കോമ്പൗണ്ടിൻ്റെ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം കോമൺ അയോൺ എഫക്റ്റ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്തുതരാം. സോ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. നിങ്ങളോട് മേ ബി വാട്ട് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് അറിഞ്ഞിരിക്കണ്ടേ? എന്നിട്ടല്ലേ നമ്മൾ ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിക്കുക. എന്തേ ഇക്വിലിബ്രിയം? നമ്മളെപ്പോൾ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. അതായത് അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും സെയിം ആണെങ്കിലല്ലേ നമ്മളതിനെ പറയാം ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാന്ന് നിന്ന്. അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ്റെ ജനറൽ ഫോം ഞാൻ എഴുതിയെന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. അത് തന്നെയാണ് നേരെ തിരിച്ചിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാം, ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മെയിൻ ടോപ്പിക്കായ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. എന്ത് ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ചെയ്യുന്നത് എന്തെന്നാ, നമ്മൾ കെ സി കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ഈ കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, എന്താ എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് ഏതാ? ഇതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഓഫ് റിയാക്റ്റന്റ്. അതായത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. ഓക്കെ, എന്തെല്ലാം മനസ്സിലായി? ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് റിയാക്റ്റന്റ്, ഇവിടെ ഇതാണ് റേഷ്യോ. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് ഡിവൈഡ് ചെയ്യാം. ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ടേം ഇസ് റേസ്ഡ് ടു എ പവർ. ഇവിടെ എല്ലാം ഞാൻ ഒരു കോയിഫിഷ്യന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ വില്ല ക്യാപിറ്റൽ എന്റെ സൈഡിൽ സ്മോൾ എ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ബിന്റെ സൈഡിൽ സ്മോൾ ബി കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ സിന്റെ സൈഡിൽ സ്മോൾ സി കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഡിന്റെ അടിയിലെല്ലാം സൈഡിൽ സ്മോൾ ഡി കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, നമ്മൾ ഇത് കോയിഫിഷ്യന്റ് ആയിട്ട്, കോയിഫിഷ്യന്റ് എന്ത് ചെയ്യാം, പവറായിട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായ? ഒന്നുമില്ലടാ, ഈ കേസ് നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ കെ സി ഈസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞ കാര്യം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക ഇൻടു ദാറ്റ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഏതെല്ലാം ഉള്ളത് ഇവിടെ? ക്യാപിറ്റൽ സി ഉണ്ട്, ക്യാപിറ്റൽ ഡി ഉണ്ട്, ക്യാപിറ്റൽ സി ഉണ്ട്, ക്യാപിറ്റൽ ഡി ഉണ്ട്. ടു ദാറ്റ് ഓഫ് റിയാക്റ്റന്റ് ഡിവൈഡ് ചെയ്യുക. ഇതാണ് റേഷ്യോ എന്ന് പറയുന്ന സാധനം. ഡിവൈഡ് ചെയ്യുന്നതാണ് റേഷ്യോ. ഓക്കെ, ടു ദാറ്റ് ഓഫ് റിയാക്റ്റന്റ്. റിയാക്റ്റന്റ് ഏതാ? ഇവിടുത്തെ ക്യാപിറ്റൽ എ ഉണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, ക്യാപിറ്റൽ എ ഉണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ. ഇനി എന്ത് ചെയ്യുക, ഇതാണ് നമ്മൾ ഇത് എന്തെല്ലാം ആയി, പ്രൊഡക്റ്റ് എഴുതി, അതേപോലെ തന്നെ റിയാക്റ്റന്റ് എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ കോയിഫിഷ്യന്റ് പവർ ആയിട്ട് കൊടുക്കണം. ഇവിടുത്തെ കോയിഫിഷ്യന്റ് ഇതാ, ക്യാപിറ്റൽ എന്റെ സ്മോൾ എ, ക്യാപിറ്റൽ സിന്റെ സ്മോൾ സി. ആദ്യം നമ്മൾ പ്രൊഡക്റ്റിൽ എഴുതിയേ, അപ്പൊ പ്രൊഡക്റ്റിന്റെ കോയിഫിഷ്യന്റ് പവർ ആയിട്ട് കൊടുക്കാം. സ്മോൾ സി സ്മോൾ ഡി, സ്മോൾ എ സ്മോൾ ബി. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിച്ച്, കെ സി കണ്ടുപിടിച്ച്. ഈ കാര്യമാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലാക്കി എഴുതാനേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ്, വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇത് പറഞ്ഞു പോയത്. ഓക്കെ, ഇനിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. സോ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ് എന്ത്, കെ സി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒരു റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കെ സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ടു ദാറ്റ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ഇതിന്റെ കോയിഫിഷ്യന്റ് പവർ ആയിട്ട് കൊടുക്കണം. സിമ്പിൾ ആയിട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഏതാ ഇവിടെ ഉള്ളത്? NH3. അതിന്റെ കോൺസെൻട്രേഷൻ എഴുതി അതിനുശേഷം അതിന്റെ കോയിഫിഷ്യന്റ് കൊടുക്കുക. കോയിഫിഷ്യന്റ് ഏതാ ഇവിടെ ഉള്ളത്? 2. അത് കൊടുത്ത് അതിനുശേഷം റിയാക്റ്റന്റ് ചെയ്തോ. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം ഉണ്ട്? റിയാക്റ്റന്റ് ആയിട്ട് N2 ഉണ്ട്, H2 ഉണ്ട്. അത് രണ്ടും അതേപോലെ തന്നെ എഴുതുക. N2ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ദാറ്റ് ഓഫ് H2ന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ H2ന് മാത്രമാണ് കോയിഫിഷ്യന്റ് ഉള്ളൂ ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 3 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, കേസ് കണ്ടുപിടിച്ച്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ കേസിക്ക് പകരം KP ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്ക്വയർ ബ്രാക്കറ്റ് മയക്കുക, എന്നിട്ട് ആ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? P കൊടുക്കുക. ഓക്കെ, P കൊടുക്കുക. എല്ലാത്തിൻ്റെ മുന്നിൽ P കൊടുക്കുക. അത്രേ വേണ്ടു. സെയിം തന്നെയാണ് ബാക്കിയല്ലോ. അതേപോലെ തന്നെ ഇവിടുന്ന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ കിട്ടിയ ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ KC ഇല്ലേ, ആ KCനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത്. അപ്പം എന്താ, പുതിയ KCനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? KC ഡാഷ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ പഴയ കേസിനെ നമ്മളിപ്പോൾ ഒരു 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? KC⁻2 എന്ന് കിട്ടും. ഇനിയിപ്പോൾ KC ഡാഷ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്ന നമ്പർ ഇപ്പോൾ 5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളോട് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? KC⁻5 എന്ന് കൊടുക്കണം. ഏത് നമ്പറാണ് തന്നിട്ടുള്ളത് അത് റേസ് ആയിട്ട് പോകും KCയുടെ. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് നിങ്ങളോട് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മാർക്കിനെ ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. KP = KC × RT⁻Δn. വേണമെങ്കിൽ ഈ Δn എന്നാന്നും കൂടി എഴുതി കൊടുക്കുക. Δn ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് ആലോചിക്കണം. ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എഴുതേണ്ടത്. എന്താ അങ്ങനെ എഴുതുക? Δn = NP - NR. ഇത് ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് KCയും KPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ആദ്യം. ഫോർ ദ ഇക്വിലിബ്രിയം നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ റിയാക്റ്റന്റ് സൈഡിൽ എന്തെല്ലാം ഉള്ളത്? 2NOCl. പ്രൊഡക്റ്റ് സൈഡിൽ 2NO + 2Cl2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP is 1.8 × 10⁻⁻² at 500 Kelvin. ഓക്കെ, KP തന്നിട്ടുണ്ട്. KP എന്താണ്? 1.8 × 10⁻⁻². അതേപോലെ തന്നെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്? 500 Kelvin. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് KC ഫോർ ദിസ് റിയാക്ഷൻ. KC കണ്ടുപിടിക്കാൻ. KP തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, KC കണ്ടുപിടിക്കാൻ ചോദിച്ചു. എന്തെല്ലാം ഉള്ളത്? നമുക്ക് അറിയുന്ന എന്തെല്ലാം ഉള്ളത്? KP = KC × RT⁻Δn എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ? KPയും KCയും തമ്മിലുള്ള സാധനം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചൂടെ? KP = KC × RT⁻Δn. ഓക്കെ, KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? KC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ KC ഉണ്ടോ? ഇവിടെ KC ഉണ്ടല്ലേ? KC = ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉള്ളത് ഇത്. അപ്പൊ എന്താവും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത സാധനം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ കൂടെയുള്ള സാധനം ഡിവൈഡിലേക്ക് പോകും. അപ്പൊ എന്താവും? RT⁻Δn എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണേ. RT⁻Δn മേലെ എഴുതി കൊടുക്കരുത്. ഓക്കെ, എനിക്ക് ഈ KP എന്താവും? KP ഇവിടെ വരും, മേലെ വരും. ഓക്കെ, നമുക്ക് എന്തായി? ഈ ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. KCന്റെ ഇക്വേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ എത്ര? KPന്റെ വാല്യൂ എത്ര? KP = 1.8 × 10⁻⁻² ഡിവൈഡഡ് ബൈ R. നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരില്ല. അപ്പം എന്ത് ചെയ്യുക? Rന്റെ വാല്യൂ 8.314 ആണെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇൻറ്റു T എത്ര നേരത്തെ തന്നത്? 500 Kelvin അല്ലേ? 500. ഇനിയാണ് ഇതിന്റെ മേലെ Δn എഴുതേണ്ടത്. Δn എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഗ്യാസസിന്റെ കോയിഫിഷ്യന്റ് ആഡ് ചെയ്യുക. ഗ്യാസസിന്റെ പ്രൊഡക്റ്റിന്റെ കോയിഫിഷ്യന്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിയാക്റ്റന്റിന്റെ കോയിഫിഷ്യന്റ് മൈനസ് ചെയ്യുക. ഇവിടെ ഇപ്പൊ എത്രയുള്ള പ്രൊഡക്റ്റിന്റെ കോയിഫിഷ്യന്റ്? ഇവിടെ 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1. ഇത് ഗ്യാസ് ആയിരിക്കണേ. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കണം. ഗ്യാസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ 1 അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 3. റിയാക്റ്റന്റിന്റെ സൈഡിൽ ഇത് ഗ്യാസ് അല്ലേ? അപ്പൊ ഇവിടെ 2. അപ്പൊ 3 - 2 1 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഇത് ചെയ്യാം. ഇത് ചെയ്താൽ എത്ര കിട്ടുക? 4.33 × 10⁻⁻6 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. ഓക്കെ, അടുത്തതാണ് KCയും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഇത് മിക്കവാറും ഒരു പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഗിബ്സ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
KC തന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ∆G = -2.303 RT log KC. ഈ KCന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഈ 6 പഠിച്ചിട്ട് പോയാൽ മതി. 6 എത്രയാ? 8.314. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മീൻസ് ഇത് വേറെ തന്നെ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നു വേണ്ടല്ലോ, നിങ്ങൾ ഓർമ്മിച്ച് വെക്കൂലേ ഗിബ്സ് എനർജിയും KCയും. ഓക്കെ, ഏതാണേ നമ്മളങ്ങനെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് pH കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് 2 തരത്തിൽ ചോദിക്കാറുണ്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ബേസോ തരും. അതിന് ശേഷം നമ്മൾ അത് ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ഹൈഡ്രജൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോബ്ലം. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അന്ന് നോക്കാണ്ട് പോകണ്ട നിങ്ങൾ. ഓക്കെ, കണ്ടോ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിഫൈൻ ദ ടേം pH എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്താ pH? അതായത് ഹൈഡ്രോജൻ അയോണിൻ്റെയും ഹൈഡ്രോണിയം അയോണിൻ്റെയും നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ആണ് എന്ത് pH. ആ കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. pH is the negative log concentration of ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ. ഈ കോൺസെൻട്രേഷനെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർക്കുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ pH ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻12 മോളർ. ഓക്കെ, അപ്പം H+ അയോണോ തന്നത്. അപ്പം നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഏതാണ്? pH = ഇവിടെ പറഞ്ഞ അതേ സാധനം തന്നെ, -log ഇവിടെ H+ അല്ല എന്നത്, H+ തന്നെ എങ്ങ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? -log ഇവിടെ തന്ന സാധനം അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. 3 × 10⁻12 ഏകദേശം 11.522 എന്ന് വരും ആൻസർ. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ അടിക്കാനുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻2 മോളർ aqueous സൊല്യൂഷൻ ഓഫ് H2SO4. നമ്മൾ എന്ത് ചെയ്യുക? pH അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേ. അപ്പം നമ്മളെ സാധാരണ ഇക്വേഷൻ തന്നെ pH = -log H+. സാധാരണ എല്ലാ പിള്ളേരും ഏത് തെറ്റിക്കുന്നതാണ് ഈ H+ പകരം 1 × 10⁻2 എന്ന് കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ഉണ്ട്. അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? H2SO4 നമുക്കൊന്ന് ഡിസോസിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം H2SO4 അത് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തെല്ലാം കിട്ടും? 2H കിട്ടും, 2H+, അതേപോലെ തന്നെ +SO4 2-. നമുക്ക് ഈ ഹൈഡ്രജന്റെ കാര്യം മാത്രം മതി. എത്ര ഹൈഡ്രജൻ കിട്ടുക? 2 ഹൈഡ്രജൻ. അപ്പൊ എന്ത് ചെയ്യാ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ, അതായത് H2SO4ന്റെ കോൺസെൻട്രേഷൻ ആണ് ഇത് 1 × 10⁻2 എന്ന് പറയുന്നത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. എത്ര ഉണ്ട്? 2 എണ്ണം. എന്തുകൊണ്ടാണ്? ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഹൈഡ്രജൻ കിട്ടിയേ? 2 ഹൈഡ്രജൻ കിട്ടിയേ. അപ്പൊ എന്ത് ചെയ്യാ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 10⁻2 എന്ന് വരും. അതായത് ×2 ചെയ്താൽ ഇവിടെ ഇതന്നെയല്ലേ വരും, 2 × 10⁻2 എന്ന്. അപ്പൊ എന്ത് ചെയ്യാം? -log of 2 × 10⁻2 എന്ന് എഴുതി കൊടുക്കണം. അല്ലാണ്ട് ഇതല്ല കട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ ഏകദേശം വരുമെന്ന് വെച്ചാൽ 1.698 ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. അടുത്ത 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലാഷാറ്റ്ലെ പ്രിൻസിപ്പിൾ. ഇത് ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. അതിന് ശേഷം ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതെന്താ കാര്യം എഴുതേണ്ടതെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ലാഷാറ്റ്ലെ പ്രിൻസിപ്പിളിൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഒരു സിസ്റ്റം, അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇതെല്ലാം ഇക്വിലിബ്രിയത്തിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ഞാൻ ഒരു ചേഞ്ച് കൊടുക്കുവാണ്. അതിപ്പോൾ ഞാനിപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എന്ത് ചെയ്യും? അത് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറക്കാൻ വേണ്ടി ശ്രമിക്കും. ആ കോൺസെൻട്രേഷൻ, ഞാൻ കൂട്ടിയ കോൺസെൻട്രേഷനാ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വെനെവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഓർ പ്രഷർ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കോൺസെൻട്രേഷൻ കൂട്ടിയ സമയത്താ. ഇനിയിപ്പോൾ ടെമ്പറേച്ചർ കുറക്കുകയോ പ്രഷർ കൂട്ടുകയോ എന്ത് ചെയ്താലും സിസ്റ്റം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആണെങ്കിൽ അത് എന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാണ് ഈ റീഅഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിനാ? ഞാൻ കൊടുത്ത എഫക്റ്റ് ഇല്ലേ, ഞാൻ കൊടുത്ത ചേഞ്ച് ഇല്ലേ, ആ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഈ സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എനിക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ,
അടുത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ. അതായത് ഇതെല്ലാം നമ്മൾ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ ആക്കി വരച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇൻക്രീസിങ് കൂട്ടുന്ന കാര്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റൂലേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുന്ന കാര്യം മാത്രം എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കോൺസെൻട്രേഷന്റെ കാര്യം നമുക്ക് നോക്കാം. ഇപ്പൊ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, എന്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കും. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ. ഇനിയിപ്പം നമുക്കിപ്പോ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ ടെമ്പറേച്ചർ, നമ്മളിപ്പോ ടെമ്പറേച്ചർ കൂട്ടിന്ന് വെച്ചോ, നമ്മൾ എന്നാ നോക്കേണ്ടത്? ഇവിടെ ഇപ്പൊ പ്രൊഡക്റ്റ് റിയാക്ടന്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഡെൽറ്റ എച്ച് നോക്കണം. എന്താ ഈ ഡെൽറ്റ എച്ച്? നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഒന്നിക്കൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷനും, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷനും ആയിരിക്കും. ആ കാര്യം നിങ്ങൾ നോക്കി വെക്കുക. ഇപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ കാര്യം നോക്കാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, അപ്പൊ അത് എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പൊ അവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ല ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതേ കാര്യം എവിടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇനി പ്രഷർ നമുക്ക് എങ്ങോട്ടാണ് ഇത് ഉണ്ടാവുക, ഷിഫ്റ്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്പർ ഓഫ് മോൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക പ്രഷർ. ഓക്കെ, ഇപ്പം പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കുറവെങ്കിൽ പ്രഷർ കൂട്ടുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിലാണ് ഇവിടെ നമുക്ക് ഇത് ഷിഫ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പ്രഷറിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതാ നമ്മളെ ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യനിൽ N2 റിയാക്ടന്റിന്റെ സൈഡിൽ എന്തെല്ലാം ഉള്ളത്? N2+3H2, അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ 2NH3. ഇനി നമ്മളോട് ചോദിച്ചത് പ്രഷർ കൂടുന്ന സമയത്ത്, അത് നമ്മൾ പ്രഷർ കൂട്ടുകയാണെങ്കിൽ റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കോ ബാക്ക്വേർഡ് ആയിരിക്കോ എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇപ്പൊ പ്രഷർ കൂട്ടിയാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ആണ് നോക്കേണ്ടത്. പ്രഷറിന്റെ കാര്യത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസിന്റെ ബേസിലാണ് നമ്മൾ പറയാം ഫോർവേഡ് ആണോ അതോ ബാക്ക്വേർഡ് ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എണ്ണി എടുക്കുക. എങ്ങനെ എണ്ണി എടുക്കുക? ഇവിടെ 1, ഇവിടെ 3, ടോട്ടലി 4 നമ്പർ ഓഫ് മോൾസ് റിയാക്ടന്റിന്റെ സൈഡിൽ. ഇനി പ്രൊഡക്റ്റിന്റെ സൈഡിലോ 2. ഓക്കെ, എവിടെയാ കുറവുള്ളത്? പ്രൊഡക്റ്റിന്റെ സൈഡിലല്ലേ കുറവുള്ളത്. അപ്പം നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലത്തേക്കായിരിക്കും റിയാക്ഷൻ പോവുക. ഇതിപ്പോ ഇവിടെയല്ല കുറവുള്ളത്, അപ്പൊ അതെന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കിയാ, ഇതിപ്പോ ഈ 2 ഇവിടെയും ഈ 4 ഇവിടെയും ആണെങ്കിൽ നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് എങ്ങോട്ടേക്കായിരിക്കും പോവുക? ഇങ്ങോട്ടേക്ക്. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും? അത് ബാക്ക്വേർഡ് ആയിരിക്കും. മനസ്സിലായ? ഇപ്പൊ എന്താണ്? ഫോർവേഡാ. ആ കാരണം എന്താ? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താ? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതാം. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, അടുത്തത് ഇൻക്രീസിങ് ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഡെൽറ്റ എച്ച് നോക്കുക. തന്ന ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഇവിടെ ഇപ്പൊ എന്താ ഡെൽറ്റ എച്ച് ഉള്ളത്? നെഗറ്റീവ്. അപ്പൊ അത് എന്ത് റിയാക്ഷനാ? എക്സോതെർമിക് റിയാക്ഷൻ. ഞാൻ നേരത്തെ ആ കോളത്തിലുണ്ട്. എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇപ്പൊ റിമൂവൽ ഓഫ് NH3 കുറച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ NH3 കുറച്ചാൽ എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതൊന്നും ഇല്ലടാ, ജസ്റ്റ് നിങ്ങളെ ഞാൻ എഴുതി തന്ന ടേബിൾ പഠിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. സിമ്പിളാ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൈഡ്രോളിസിസ്. ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇല്ലേ, ആ പ്രൊഡക്റ്റ് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അതെങ്ങനെ പറയാം? അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നാൽ അവിടെ ഉണ്ടാകുന്ന സാൾട്ട് ന്യൂട്രൽ ആയിരിക്കും. അതേസമയം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണ് കൂടി ചേർന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാൾട്ട് ബേസിക് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഇത് ഡയറക്റ്റ് അങ്ങ് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ സാൾട്ട് അസിഡിക് ആയിരിക്കും. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ സാൾട്ട് ബേസിക് ആയിരിക്കും. ഒന്നുമില്ല, ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 സ്ട്രോങ് ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. എന്താണ്? 2 സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഒരു സ്ട്രോങ്ങും ഒരു വീക്കും ആണെങ്കിൽ ആ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇവിടെ ഏതാ സ്ട്രോങ്? ബേസ് ആണ് സ്ട്രോങ് ബേസും വീക്ക് ആസിഡും അല്ലേ. അപ്പൊ ബേസിന്റെ ക്യാരക്ടർ ആയിരിക്കും ഇവിടെ കാണിക്കുക. എന്തുകൊണ്ടാ? സ്ട്രോങ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. ഇപ്പൊ ഇവിടെ ഏതാ സ്ട്രോങ്? ആസിഡ്. അപ്പൊ അതിന്റെ ക്യാരക്ടർ ആയിരിക്കും സാൾട്ടിന് കാണിക്കുക.
ഓക്കെ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. ഇവിടെ ഏതാ സ്ട്രോങ്? ബേസ്. അപ്പൊ ബേസിന്റെ ക്യാരക്ടർ ആയിരിക്കും ഇവിടെ കാണിക്കുക. ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് കുറച്ച് സാൾട്ട് തന്നിട്ടുണ്ടാവും. ആ സാൾട്ട് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതണം. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് സാൾട്ട് നിങ്ങൾക്ക് തന്നത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സ്ട്രോങ് ആസിഡ് ഏതെല്ലാം അറിഞ്ഞിരിക്കുക, അതേപോലെ തന്നെ സ്ട്രോങ് ബേസ് ഏതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതെല്ലാം സ്ട്രോങ് ആസിഡ് എന്ന് നോക്കാം. HCl സ്ട്രോങ് ആസിഡ് ആണ്, HNO3, H2SO4 ഇതെല്ലാം സ്ട്രോങ് ആസിഡ് ആണ്. ഇനി സ്ട്രോങ് ബേസിന്റെ കാര്യത്തിലാണെങ്കിൽ NaOH, KOH ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് തന്ന സാൾട്ട് ആസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. എന്ത് ചെയ്യുക, ഇത് ബ്രേക്ക് ചെയ്ത് എഴുതുക. NaCl നമുക്ക് എങ്ങനെ എഴുതാം? Na വേറെ ആക്കിയിട്ട് എഴുതാം, Cl വേറെ ആക്കിയിട്ട് എഴുതാം. ഇനി എന്ത് ചെയ്യുക, നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? HOH അല്ലേ വാട്ടർ. അപ്പൊ നമ്മൾ OH ആഡ് ചെയ്ത് കൊടുക്കും, Naന്റെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. Naന്റെ സൈഡിൽ OH ആഡ് ചെയ്ത് കൊടുത്ത്, Clന്റെ സൈഡിൽ എന്ത് ആഡ് ചെയ്ത് കൊടുത്ത്, H ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ടായേ? HCl എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി, NaOH എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി. ഓക്കെ, NaOH എന്തെന്നാ? സ്ട്രോങ് ബേസ്. എന്താണ്? NaOH സ്ട്രോങ് ബേസ്, HCl സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ചേർന്നാൽ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത് ന്യൂട്രൽ ആയിരിക്കും. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ തന്നെ ആൻസർ കിട്ടി. NaCl എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് NaCN. NaCN ബ്രേക്ക് ചെയ്ത് എഴുതുക. Na വേറെ, CN വേറെ. H2O അതായത് HOH വാട്ടർ ആഡ് ചെയ്ത്, HOH വാട്ടർ ആഡ് ചെയ്ത സമയത്ത് Naന്റെ സൈഡിൽ OH വരും, CNന്റെ സൈഡിൽ H വരും. HC എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. NaOH എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ചേർന്നാൽ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ, സ്ട്രോങ് എന്ന ബേസ് അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും ഇത്. ഓക്കെ, അടുത്തതാണ് NH4NO3. NH4 വേറെ ആക്കിയിട്ട് ചെയ്തുക, NO3 വേറെ ആക്കിയിട്ട് ചെയ്തുക. എന്നിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? വാട്ടർ, HOH. അപ്പം OH എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, H എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ വായിൽ തന്നെ വരും, NH4OH HNO3 എന്ന് വരും. ഓക്കെ, NH4OH ഉം HNO3 ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല, HNO3 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ NH4OH എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ HNO3 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ആണ്. വീക്കും സ്ട്രോങ്ങും വന്നാൽ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ ലീഡ് ചെയ്യും. സ്ട്രോങ് ഏതാ? ആസിഡ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അസിഡിക് സാൾട്ട് ആയിരിക്കും. നമ്മുടെ സാൾട്ട് അസിഡിക് ആയിരിക്കും, അസിഡിക് സാൾട്ട് ആയിരിക്കും. ഇനി അടുത്ത ഇതും കൂടി നോക്കാം. CH3COONA. CH3 അങ്ങനെ ബ്രേക്ക് ചെയ്ത് ചെയ്തോ, CH3COONA. അപ്പൊ നമ്മൾ HOH, CH3COONA H ആഡ് ചെയ്ത് കൊടുത്ത്, NaOH ഇവിടെ ചെയ്ത് കൊടുത്ത്. അപ്പം CH3COOH എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. ഇത് NaOH സ്ട്രോങ് ആയിട്ടുള്ള ബേസാ. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. അപ്പൊ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ക്യാരക്ടർ എന്തായിരിക്കും? ബേസിക് സാൾട്ട് ആയിരിക്കും ഇത്. ഓക്കെ, ഇത്തിരി ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആണ് കൺസെപ്റ്റ്സ്. ഇതിൽ 3 കൺസെപ്റ്റാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഏതല്ല? അരീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്, അതേപോലെ തന്നെ ലൂയിസ് കൺസെപ്റ്റ്. ഫസ്റ്റ് ലൂയിസ് കൺസെപ്റ്റ് പഠിക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റിൽ വരുന്നത്. അതായത് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ് ആണ്. അതായത് ആസിഡിന്റെ എയും ആക്സെപ്റ്ററിന്റെ എയും. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ ഡോണേഴ്സ് ആണ്, H+ ആക്സെപ്റ്റർ ആണ് എന്ത്? ബേസ്. H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആണ് ആസിഡ്, പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണ് ബേസ്. ഇത് പഠിച്ചു വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പ്രോട്ടോൺ ആക്കി കൊടുത്താൽ മതി. അരീനിയസ് കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H+ അയോൺസ് കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് പറയുന്നത് ആസിഡ്സ്. എക്വസ് സൊല്യൂഷനിൽ നോക്കണം, എക്വസ് സൊല്യൂഷനിൽ H+ അയോൺസ് കൊടുക്കുന്നതിന്. ബേസ് എന്ന് പറഞ്ഞാൽ OH- അയോൺസ് കൊടുക്കുന്നത് ഇപ്പോൾ എക്വസ് സൊല്യൂഷനിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഈ മെയിനായിട്ട് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന ബ്രോൺസ്റ്റഡ്-ലോറി. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് പെയർ? മീൻസ് കോൺജുഗേറ്റ് ആസിഡ് നമ്മൾ എന്താന്ന് പറയണം, കോൺജുഗേറ്റ് ബേസ് എന്താന്ന് പറയണം. ഓക്കെ, ഇതെന്താ സംഭവം? കോൺജുഗേറ്റ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് വരുന്നത് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റിലാണ്. നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ് എന്ത്? കോൺജുഗേറ്റ് എന്ന് കേട്ട് അപ്പം തന്നെ ആലോചിച്ച് വെച്ചാൽ ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ബ്രോൺസ്റ്റഡ് ആസിഡ് പെയർ ആയിരിക്കും. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ് ആയിരിക്കും, ബേസിന്റെ പെയർ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള പെയർ ഓഫ് ബ്രോൺസ്റ്റഡ് ആസിഡ് ആണ് എന്ത്? കോൺജുഗേറ്റ് ആസിഡ്. പെയർ ഓഫ് ബ്രോൺസ്റ്റഡ് ബേസ് ആണ് എന്ത്? കോൺജുഗേറ്റ് ബേസ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ല? കോൺജുഗേറ്റ് ആസിഡും ബേസും ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പറ്റൂല നിങ്ങൾക്ക്.
ഓക്കെ, അടുത്തത് റൈറ്റ് ദ കോഞ്ചുഗേറ്റ് ആസിഡ് ഓഫ് ദ ബേസ് H2O. ബേസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് H2 ആണ്. കോഞ്ചുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു H+ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താവും, H3O ആകും. ഓക്കെ, ഇനിയിപ്പം കോഞ്ചുഗേറ്റ് ബേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു H കുറച്ച് കളയാം, അപ്പൊ എന്താവും, HO ആവും. ഓക്കെ, മനസ്സിലായോ? അടുത്തത് 8ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബഫർ സൊല്യൂഷൻ. ഇതാരും പഠിക്കാണ്ട് പോകണ്ട. അപ്പോൾ ഈ ബഫർ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ച് ആസിഡ് ഒഴിച്ച് അതേപോലെ തന്നെ കുറച്ച് ബേസ് ഒഴിച്ച്, അപ്പോൾ അതിൻ്റെ pH ഒരു മാറ്റവും വരുന്നില്ല. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക, ബഫർ സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായ? അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH മാറ്റം വരുന്നത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത്, എഡിഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്, ചെറിയ എമൗണ്ട് ആസിഡ് ആഡ് ചെയ്താലും ചെറിയ എമൗണ്ട് ആൽക്കലി ആഡ് ചെയ്താലും അതിന്റെ pH വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള സൊല്യൂഷൻ ഞാൻ എന്ത് പറയാം, ബഫർ സൊല്യൂഷൻ. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ, മേ ബി എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കുക, നമ്മളെ ഹ്യൂമൻ ബ്ലഡ് ഇല്ലേ, ഹ്യൂമൻ ബ്ലഡ് എഴുതി കൊടുക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത 9ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിൻ്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് എഴുതാൻ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, സോലുബിലിറ്റി പ്രോഡക്റ്റ് എഴുതാനുള്ള ഇക്വേഷൻ ആണ് ഇത് പഠിച്ചു വെക്കുക. എന്ത്, x⁻x × y⁻y × s⁻x+y. ഓക്കെ, അപ്പം എന്താണ് ഈ x y എന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് തന്ന കോമ്പൗണ്ടിലെ ആദ്യത്തെ സംഭവമായിരിക്കും എന്ത്, ഇതായിരിക്കും എന്ത്, x. അപ്പം ഇതായിരിക്കും എന്ത്, y. എത്ര x ഉണ്ട് എത്ര y ഉണ്ട് എന്ന് നമ്മൾ എണ്ണി എടുക്കുക. ഇവിടെ ഇപ്പൊ എത്ര x ഉണ്ട്, ഒരു a അല്ലേ ഉള്ളൂ, അപ്പൊ 1. ഇവിടെ ഇപ്പൊ എത്ര OH ഉണ്ട്, 3 എണ്ണം ഉണ്ട്, അപ്പൊ y എത്രയായിരിക്കും, 3. ഓക്കെ, ഇനി ഇത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x എന്നാണ് 1, അപ്പം 1⁻1 ഇൻറ്റു y എത്രയാണ് 3, അപ്പൊ 3⁻3 ഇൻറ്റു s⁻x+y. x1 y 3, അപ്പം 1+3. ഓക്കെ, അപ്പൊ എത്ര വരും, 1 × 3³ 27 ഇൻറ്റു s⁻4 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, സിമ്പിൾ ആയിട്ടില്ല അല്ലടാ? 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചാൽ എഴുതാൻ പറ്റൂലേ, സിമ്പിൾ അല്ലേ? അടുത്തത് 10ാമത്തേത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോമൺ അയൺ എഫക്റ്റ്. ഇതെന്താ സംഭവം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഡിസോസിയേഷൻ തടയാൻ വേണ്ടിയിട്ട്, അതായത് ഡിസോസിയേറ്റ് ആയിട്ട് പോകുന്ന തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്താ, അതിൽ കോമൺ അയൺ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ തടഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതേ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ എന്ത് ചെയ്യുന്നു, സപ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ സപ്രസ് ചെയ്യുന്നത്, ബൈ ആഡിങ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്, അതിൽ കോമൺ അയൺ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. എന്താണ്, സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇതായിരിക്കും. ഓക്കെ, CH3COH ബൈ ആഡിങ് CH3CON. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചങ്ങ് എഴുതൂലടാ, സിമ്പിൾ അല്ലേ? ഇത് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ ഓൾമോസ്റ്റ് 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. നല്ല മാക്സിമം എഫേർട്ട്, എന്നെ കഴിയുന്ന വിധം മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഓക്കെ, അതൊന്നൊരു വിഷയമല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ പ്രാർത്ഥനയും കൂടിയുണ്ട്, നല്ല രീതിയിൽ എക്സാം എഴുതുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം, അത് മാത്രം മതി. നിങ്ങളെ ഫീഡ്ബാക്ക് മാത്രം മതി. അത് മെസ്സേജ്, നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിങ്ങനെ വായിക്കുമ്പോൾ അതൊരു സന്തോഷം. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റി നല്ല കേൾക്കുമ്പോൾ അത് സന്തോഷം. അത്രേ വേണ്ടു. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ടാറ്റാ.